ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എന്ന കാര്യമായിട്ട് ബീറിഷ് ആയിട്ടുണ്ട്. 300-350 മൈനസാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. 25-200 ലെവലിലൊക്കെയാണ് നിഫ്റ്റി ഒരു ചെറിയ സപ്പോർട്ട് എടുത്തേക്കണത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് 20-ാം തീയതിയാണ്. നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു മോർണിംഗ് തന്നത്. അതിനുശേഷം ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് മോർണിംഗ് തൊട്ട് നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നത്. അത് കണ്ടിന്യൂ ആവുമായിരുന്നു. പിന്നെ പല ഭാഗത്തും സിയിലേക്ക് ഒരു ടെൻഡൻസി വരുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ന് വെച്ചാൽ സി കൺഫേം ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. അതിന് കൺഫർമേഷൻ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിൽ നമുക്കൊരു പെർഫോമൻസ് കിട്ടണം. അപ്പോഴാണ് സിയിലേക്ക് ഒരു കൺഫർമേഷൻ ആവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ നടന്നിട്ടില്ല. അപ്പോൾ പി തന്നെയാണ് ഇന്നത്തെ വ്യൂ ഉണ്ടായിരുന്നത്. പിയിലേക്ക് അത്യാവശ്യം കുറേ ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റൊക്കെ മേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പെയ്ഡ് ഗ്രൂപ്പ്, ഫ്രീ ഗ്രൂപ്പ്, ഇതിലൊക്കെയും അത്യാവശ്യം നല്ല ട്രേഡ് വന്നിട്ടുണ്ട്. ഹീറോയിൽ 100 പോയിൻ്റ് 50 പോയിൻ്റൊക്കെ റൺ നേടിയിട്ടുണ്ട്. അതായത് 5 രൂപയിൽ നിന്ന് 100 രൂപയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ട്രേഡുകൾ, അങ്ങനത്തെ ഓരോ ട്രേഡുകൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഓരോ ഫോളിൽ അങ്ങനത്തെ ഓരോ ട്രേഡുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് ആണ്. നിങ്ങൾക്ക് ഇതിലൊരു ക്ലച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ. ചാർട്ടിൽ നോക്കിയേ പറ്റൂ. നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അഡാപ്ഷൻസ് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തേ പറ്റൂ. ഫ്രീ ആയിട്ട് ഇടുന്ന സംഭവത്തൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്ത് പഠിക്കണമെങ്കിലും അങ്ങനെ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് വരുന്നുണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ അതൊക്കെ നോക്കിയാൽ മതി. എൻ്റെ ഭാഗത്തു നിന്നൊരു ഒപ്പീനിയനാണ്. ഇത് ഈസി ടാസ്ക് അല്ല. നമ്മൾ ക്യാഷാണ് പറഞ്ഞത്. ക്യാഷ് ഇട്ടിട്ട് ക്യാഷ് എടുക്കുക, പ്രോഫിറ്റ് എടുക്കുക. പ്രോഫിറ്റ് മീൻസ് ക്യാഷാണ്. അപ്പോൾ ആ ഒരു ക്യാഷ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ 9 to 5 ജോലി ചെയ്യണേക്കാളും ഒരു 100 ഇരട്ടി റിസ്ക്കാണ് ഒരു ദിവസം ഇതിന്നൊരു 1000 രൂപ 2000 രൂപ ഒരാൾക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയും റിസ്ക്കുള്ള പരിപാടിയാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. എല്ലാ ദിവസവും ഈ പറഞ്ഞ പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. എന്നാലും ലോസ് വന്നാലും ലോസ് റിക്കവർ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ നമുക്കുണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ലെവലിൽ നിങ്ങളുണ്ടായാലാണ് ഇതുമ്പോൾ നിന്നിട്ട് കാര്യമുള്ളൂ. അത് എല്ലാവരും മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരിക. ഈസി അല്ല, ടൈം വേണം. ടൈം ഇല്ലാണ്ട് കാര്യം നടക്കില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. ഗോൾഡ് നമ്മൾ ശ്രദ്ധിച്ചെന്ന് അറിയില്ല. ഇത് 1 മിനിറ്റ് ക്യാൻഡിൽസ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിലത്തെ ഗോൾഡാണ്, MCX ആണ്. 1 മിനിറ്റിലുണ്ടായ ഒരു ബീറിഷ് സെൻറ്റിമെൻ്റ് ആണ്. പിന്നെ മാർക്കറ്റ് സ്റ്റേബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ബുക്കിംഗ് ആണ് നടന്നേക്കണത്. ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നേക്കണത്. ഗോൾഡ് ഭയങ്കര ഹൈയിലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വലിയ സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ട്. 1 മിനിറ്റ് ക്യാനിലാണിത്. അങ്ങനത്തെ ഒരു സിനാരി നടന്നിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചെന്ന് മാത്രം. പിന്നെ സെൻസസ് ഒക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും 1000 മൈനസാണ്. അതൊക്കെ ലാസ്റ്റ് ടൈമിനാണ് കേട്ടോ ഇതൊക്കെ വന്നേക്കണത്. ബാങ്ക് 487 പിന്നെ ക്രൂഡ് ഓയിലാണ്. ക്രൂഡ് ഓയിൽ ഇന്നലെ ഒരു മൂവ്മെൻ്റ് ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ സി ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആണ്. ഓൾ ടോട്ടൽ കേട്ടോ. 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രൂഡ് ഓയിൽ സി ആണ്. നിങ്ങൾക്ക് ലോങ് പൊസിഷനൊക്കെ എടുക്കാം, ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ എടുക്കാം. പക്ഷെ ഭയങ്കരമായിട്ട് ഹോൾഡിങ്ങുള്ളതാണ്. ഒരു 2 മാസമൊക്കെ ഹോൾഡ് ചെയ്യേണ്ട വരുമായിരിക്കും. എത്ര ടൈമൊന്നും എടുക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് വരാം. നാച്ചുറൽ ഗ്യാസ് അന്ന് പറഞ്ഞ പൊസിഷൻ ബ്രേക്ക് ആയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ അന്ന് ഒരു ലെവൽ പറഞ്ഞിട്ടായിരുന്നു. അതോടെ ഒരു PE അത്യാവശ്യം നല്ല രീതിക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം 1 ഡേ ടൈം ഫ്രെയിമിൽ വരുന്ന ഒരു ട്രെൻഡ് ലൈനാണത്. അത് ബ്രേക്ക് ആയപ്പോൾ എൻട്രി ആയിട്ടുണ്ട്. അത് സ്റ്റിൽ റണ്ണിങ് ആണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസ് ഒരു സി സെൻറ്റിമെൻ്റ് ആണ് ഇപ്പോൾ നിൽക്കണത്. അത് ബ്രേക്ക് ആയെടുത്ത് 34 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വിചാരിക്കേണ്ടത് ഇതൊക്കെ ഞാൻ എടുക്കണ ട്രേഡുകളാണെന്ന്. എല്ലാം ഞാൻ എടുക്കണ ട്രേഡൊന്നുമല്ല. നമ്മൾ കാണുന്ന നേരത്തെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അനാലിസിസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ കാര്യം എന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാത്തുള്ളൂ കാര്യം. അത് നിങ്ങളുടെ താല്പര്യങ്ങളാണ്. ഞാൻ എല്ലാ ട്രേഡ് എടുക്കുന്ന ആളൊന്നല്ല. മനസ്സിലായില്ലേ? ഗോൾഡിൽ നോക്കാറുണ്ട്, നാച്ചുറൽ ഗ്യാസ് അങ്ങനെ എടുക്കാറില്ല. ക്രൂഡ് ഓയിലാണ് പിന്നെ എടുക്കാറ്. ക്രൂഡ് ഓയിൽ എടുക്കുന്ന നേരത്ത് നമ്മൾ US ഓയിൽ നോക്കാറുണ്ട്. US ഓയിൽ കണ്ടില്ലേ? US ഓയിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റിലൊക്കെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ക്രൂഡ് ഓയിലും US ഓയിലൊക്കെ ബുള്ളിഷ് തന്നെയാണ് വ്യൂ വരണത്. പിന്നെ ബിറ്റ്കോയിൻ അങ്ങനെ നോക്കാറില്ല, എടുക്കാറുമില്ല. പിന്നെ ഫോറക്സ് ഇപ്പോൾ ചെയ്യലില്ല. മെയിനായിട്ട് ഇന്ത്യൻ MCX ആണ് നോക്കണത് ഗോൾഡിൻ്റെ. ചിലതൊക്കെ പണി കിട്ടും, ചിലതൊക്കെ നല്ല രീതിക്ക് നമ്മൾ SL ഇട്ട് വെച്ചേക്കും, അത്രയുള്ള കാര്യം. ഈ SL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലത്തെ പ്രകാരമല്ല SL. ഫോറക്സിലും കൂടി നോക്കിയിട്ട് SL വരിക. ഇവിടെ നമ്മൾ
ഉണ്ടല്ലോ ഈ ട്രേഡിലാണ് SL വന്നത്. ആ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നിർത്തുക, അത്രയുള്ള പരിപാടി. അതങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു പോകും, അല്ലെങ്കിൽ വലിയ വലിയ ലോസ് വരും, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ SL വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇന്നത്തെ ട്രേഡിലേക്ക് പോകാം. ഇത്ര സ്ട്രൈക്കുകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഫുൾ ടാർഗറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല, ഷോർട്ട്സ് ഇട്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുൾ ടാർഗറ്റുകൾ അടിച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ട്രേഡാണ്, ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയുള്ള ട്രേഡാണ്, പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയുള്ള ട്രേഡാണ്, ലൈവിൽ കിട്ടിയുള്ള ട്രേഡാണ്. 3 സെക്ഷനിൽ ഈ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ലൈവിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയോണിയും കൺഫർമേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. അതായത് നമുക്ക് ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ ആണ് റെഡ് ക്യാൻഡലിൽ. അതിനുശേഷം 5ാമത്തെ ക്യാൻഡലിന് റിജക്റ്റ് ആവണത്. അപ്പോൾ റിജക്ഷൻ കഴിഞ്ഞിട്ട് എടുത്തോ എന്നാണ് ഞാൻ പറഞ്ഞത് ലൈവിൽ. പക്ഷേ ഒരു 5 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ലൈവിൽ അങ്ങനെ മിസ്സായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെയ്ഡ് ഗ്രൂപ്പിലും ഫ്രീ ഗ്രൂപ്പിലും ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈസി ആയിട്ട് ഇത് എടുത്തിട്ടുണ്ടാവും. ഒരു ഡിസ്കൗണ്ടിലൊക്കെ നിങ്ങൾ വന്നപ്പോൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രേഡ് ഒരു 46 പോയിൻറ്റ് 1 വേയിൽ പോയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടായിരുന്ന സെൻസസ് ആണ്. സെൻസസ് ഒരു 150 പോയിൻ്റാണ് പോയിരിക്കുന്നത്. അപ്പോൾ സെൻസസിൻ്റെ കാര്യം എങ്ങനെയാണ്? നമ്മുടെ സെൻസസ് ആണ് ഫസ്റ്റ് ആക്റ്റീവ് ആയത് കേട്ടോ. ഈ പ്രൈസ് 336 ഫസ്റ്റ് ആക്റ്റീവായി. അതിന് ശേഷമാണ് നിഫ്റ്റി ആക്റ്റീവ് ആവുന്നത്. എന്താണെങ്കിലും ഇത് ഒരു 150 പോയിൻ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,400 PA ആണ്. നിങ്ങളോട് നോക്കുക, നമുക്കവിടെ കാണാൻ പറ്റും. 3 എൻട്രി പ്രൈസ് ഉണ്ട്. ഫസ്റ്റത്തെ എൻട്രിയുടെ കാര്യമാണ് പറയണത്. 14 എൻട്രിയുടെ കാര്യമാണ് പറയണത്. അത് ഫസ്റ്റ് ഇനീഷ്യലി എടുത്തവർക്ക് 10 പോയിൻറ്റ് ഈസിയായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഭയങ്കര സ്ട്രഗിളിങ് ആണ്. പിന്നെയും ആക്റ്റീവായിട്ട് പോയിക്കണത്. അത് ഇത്ര നേരം ഒന്നും ഹോൾഡ് ചെയ്തിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പറയുകയാണത് ഫുൾ ടാർഗറ്റാണ്. പക്ഷെ അത് പിന്നെ നമുക്കുണ്ടായിരുന്ന 0 ഹീറോ എൻട്രി ആണ്. ഫസ്റ്റ് ഉണ്ടായിരുന്നത് 25,300 PA ആണ്. അതൊരു 5 രൂപയുടെ ട്രേഡാണ്. നമുക്ക് ആകെ 1 രൂപ എങ്ങോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളൂ. 0 ഹീറോയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ആക്ടിവേഷൻ ആവുന്നത് ഈ ഗ്രീൻ ക്യാൻഡലിലാണ്. അതിനുശേഷം റെഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിൽ 14-13 ക്യാൻഡിൽ അടിയിൽ ക്ലോസ് ചെയ്തപ്പോൾ എക്സിറ്റ് അടിക്കുക. പിന്നെ അതിന് നോക്കണ്ട, തിരിച്ച് കയറുന്ന സമയത്ത് നോക്കിയാൽ മതി. അങ്ങനെ തിരിച്ച് കയറിയിട്ടുള്ളൊരു ഏരിയ ഇതാണ്. ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു നമുക്ക് ട്രേഡ് എടുക്കുക. പിന്നെ ട്രേഡ് ഭയങ്കര മൂവ്മെൻ്റാണ് ഉണ്ടായിരിക്കണത്. 50 പോയിൻ്റ് പോയിട്ടുണ്ട്. 5 രൂപയുടെ ട്രേഡാണ് കേട്ടോ. അത് എത്തിയേക്കണത് 67 രൂപയിലേക്കാണ് എത്തിയേക്കണത്. പിന്നെ ഉണ്ടായിരുന്നത് ഒരു 9 രൂപയുടെ ട്രേഡ് ഉണ്ടായിരുന്നു. അതും 0 ഹീറോ തന്നെയാണ്. അതിന് നമുക്കൊരു 100 പോയിൻ്റ് പ്രോഫിറ്റ്. ഇത് എല്ലാവരും കിട്ടിയെന്നല്ല പറയണത്. നേരത്തെ 50 പോയിൻ്റ് കിട്ടിയതാണ്. ഇത് 100 പോയിൻ്റ് ആണെങ്കിൽ ലോട്ട് കുറേ ഉണ്ടാവും എല്ലാവരുടെയും. അപ്പോൾ അത്രയും ലോട്ടിനെ ഒന്നും റൺ ചെയ്യിക്കില്ല. കുറേ ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും പോയിൻ്റ് എടുത്തിട്ടല്ല പ്രോഫിറ്റ് വന്നതാണത്. പക്ഷേ അതിൽ വന്ന പ്രോഫിറ്റ് ഇത്രയാണെന്നാണ് ഞാൻ പറയണത് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ പറ്റില്ല ചോദിച്ചാൽ എടുക്കാൻ പറ്റും. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ കിട്ടും, അത്ര ഉള്ള കാര്യം. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മെയിനായിട്ട് എന്ന് പറഞ്ഞത് ഇന്ന് PEയിലേക്കാണ് ഞാൻ നോക്കണത്. CEയിലേക്ക് ആകുമ്പോൾ ലോട്ട് കുറയ്ക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. CEയിലേക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് തന്നെ ഞാൻ പറഞ്ഞ ഗ്രൂപ്പിൽ. PEയിലേക്ക് ആകുമ്പോൾ മാത്രം ഹോൾഡ് ചെയ്യാനും ലോട്ട് കൂട്ടാനും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ വൃത്തിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഹോൾഡാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ റിക്കവറാക്കി പ്രോഫിറ്റിലിരിക്കാൻ പറ്റും. ഇതാണ് നമുക്കുണ്ടായിരുന്ന 0 ഹീറോ CE ട്രേഡ്. 5 പോയിൻ്റാണ് പോയത്. അപ്പോൾ നമുക്ക് എക്സിറ്റ് അടിക്കാനും വേണ്ടായിരുന്നു. നമുക്ക് CEയിലേക്ക് അധികം നോക്കിയിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, പാർഷ്യൽസ് ബുക്ക് ചെയ്യുക, പോസിറ്റീവ്സ് ഇടുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല പഠിച്ചിട്ട് ചെയ്യുക. ട്രെൻഡ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് മനസ്സിലാക്കുകയാണ് നമ്മൾ തന്നെ മെനക്കെടണം. അതാണ് അവിടുത്തെ ഒരു കാര്യം. നിങ്ങൾക്കൊരു നോളജ്, അത് എക്സ്പീരിയൻസ് സംഭവമാണ് കേട്ടോ ഈ നോളജ് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ കേൾക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു വ്യൂ ബിൽഡ് ചെയ്തെടുക്കുക, അതിനെ പ്രാക്ടീസ് ചെയ്തെടുക്കുക, അതിനെ വലിയൊരു നിങ്ങളുടെ ഒരു ഭയങ്കര പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഐറ്റാക്കി മാറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് മനസ്സിലാവും, ട്രേഡ് എടുക്കേണ്ട ഏരിയ മനസ്സിലാവും, ട്രേഡ് നമുക്ക് പെർഫെക്റ്റായിട്ട് എടുക്കാൻ പറ്റും, SL ഇടാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാർഗറ്റാണ്. ടാർഗറ്റ് ഞാൻ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ലിക്വിഡിറ്റി എന്ന് വെച്ചോ, നിങ്ങൾ ലിക്വിഡിറ്റിയുടെ കാര്യം തന്നെ നിങ്ങൾ വിചാരിച്ചോ. ഇപ്പോൾ ഒരു സപ്പോർട്ട് ബ്രേക്കാക്കി അടുത്ത സപ്പോർട്ടിലേക്ക് വരും, അതാണ് എൻ്റെ ടാർഗറ്റ്. പക്ഷേ ഇത്രയും ദൂരമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ, മനസ്സിലായില്ലേ? ഇവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡ് എടുത്ത ശേഷം നമുക്ക് ഇവിടെ വരേണ്ട ടാർഗറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു ദിവസം ഫുള്ളായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുമോ? അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് നോട്ടെ പ്രോ ട്രേഡേഴ്സ് ഇരിക്കും. പക്ഷെ എല്ലാവരും പ്രോകളല്ല. അപ്പോൾ
അവിടെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇത്രയും ദൂരം നോക്കിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരെ നോക്കിയിരിക്കാറൊന്നുമില്ല കേട്ടോ. ഇത്രയും അടുത്തൊരു ടാർഗറ്റ് ഇതാണ്, ഞാൻ ഇവിടെ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഇരിക്കാറൊന്നുമില്ല. എൻ്റെ ലോട്ട് കുറച്ച് അധികം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വിറ്റ് ഒഴിവാവുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വേണ്ടി പിന്നെ നോക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്നവരിരുന്നോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. എൻ്റെ ടാർഗറ്റ് ഇതാണ് വരികയുള്ളൂ, മനസ്സിലായാലും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം. അല്ലാതെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞ് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരു നല്ലൊരു പ്രോഫിറ്റ് അത്യാവശ്യം ലോട്ടിൽ എടുത്ത് ഇറങ്ങുക എന്നുള്ള കൺസെപ്റ്റിലാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ് കാര്യങ്ങൾ. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഗോൾഡിലൊക്കെ ഫോറക്സിൽ നന്നായിട്ട് വെയിറ്റിംഗ് ഉണ്ട്. ചെറിയ വെയിറ്റിംഗ് ഒന്നും അല്ല ഫോറക്സിൽ ഗോൾഡ് ചെയ്യുമ്പോൾ. ഇന്ത്യൻ മാർക്കറ്റ് എനിക്കങ്ങനെ വെയിറ്റിംഗ് ചെയ്യാനുള്ളൊരു ഇതില്ല. ഫോറക്സിൽ എന്ന് പറഞ്ഞാൽ പ്രീമിയം മെൽറ്റിംഗ് ഇല്ല, പ്രീമിയം ഒന്നും ഇല്ല. നമുക്കവിടെ മെൽറ്റിംഗ് ഉണ്ട്, ഓപ്ഷൻസാണ് ചെയ്യണത്, മെൽറ്റിംഗ് വരും. അതൊക്കെ ഒരു വിഷയമാണ്. അപ്പം എൻ്റെ തിയറിയിൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. നിങ്ങൾക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ച് ഒരു ദിവസം എനിക്ക് ഇത്തിരി പ്രോഫിറ്റ് കിട്ടണം എന്നുള്ള ഫസ്റ്റ് വിചാരിക്കുക. അതിനനുസരിച്ച് ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പരിപാടി നിർത്തുക എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. അതേപോലെ തന്നെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പരിപാടിയാണ് എസ് എൽ ഒരു ട്രേഡിന് ഇത്രേ കൊടുക്കുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും, അല്ലെങ്കിൽ എസ് എൽ ഇട്ടിട്ട് തന്നെ ട്രേഡ് എടുക്കും. ഇങ്ങനത്തെ ലെവലിലിരിക്കുക. ഒരു 3 ട്രേഡൊക്കെ അടുപ്പിച്ച് എസ് എൽ അടിച്ച് നിർത്തുക. പിന്നെ മാർക്കറ്റ് എങ്ങനെ പെർഫോം ചെയ്താലും നമുക്ക് ഒരു റിസ്ക് ഒക്കെ എടുക്കാം. ഇനിയിപ്പോൾ റിക്കവർ ആണെങ്കിൽ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ തരുന്നല്ല. പക്ഷെ കുറേ റിസ്കിന് ഇരിക്കാൻ പാടില്ല. അത് ഓവർ ട്രേഡ് എന്നുള്ളൊരു സംഭവമല്ല. നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി അവിടെ നഷ്ടപ്പെടും, ഒരു പേസ് നഷ്ടപ്പെടും ട്രേഡിങ്ങിൻ്റെ. പിന്നെ നമുക്ക് റിക്കവറി ചാൻസുകൾ ഉണ്ടാവില്ല. ഇതാണ് അടുത്തൊരു പ്രശ്നം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരിക. ട്രേഡിങ് വളരെ ഈസി ആയിട്ടുള്ളൊരു ജോബല്ല. ഞാൻ പറഞ്ഞതൊരു ജോബൊന്നുമല്ല, ഒരു ബിസിനസ്സല്ല. നമുക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അത്യാവശ്യം മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ഓടിയില്ലെങ്കിലും, ഇപ്പോൾ ഈ പറഞ്ഞ ബീരിഷ് സെൻറ്റിമെൻറ്റ് ഇവിടെ ഉണ്ടായില്ലെങ്കിലും ഞാൻ പ്രോഫിറ്റിലാണ്. ബേസിക്കലി നമ്മളിവിടെ ഒരിക്കലും ഉദ്ദേശിക്കണുള്ളൂ. ഇവിടെ ഒരു ഉദ്ദേശിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും ഒരു റേഞ്ചിലൊക്കെയാണ് ഞാൻ ഇറങ്ങിയേക്കണത്. എന്നിട്ട് ഇത്രയും ദൂരം ഞാൻ പ്രോഫിറ്റ് ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ പോണ മാർക്കറ്റ് എൻ്റെ മുമ്പിൽ കൂടെ തന്നെ പോയിക്കണത്, മനസ്സിലായില്ലേ. പക്ഷെ നമ്മളൊരു പ്രോഫിറ്റിലിരിക്കുക, കട്ട് ചെയ്യുക, നിർത്തുക. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം, അപ്പം അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് എൻ്റെ കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓൾറെഡി പ്രോഫിറ്റ് ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ എത്തണ സമയത്ത് എനിക്ക് പ്രോഫിറ്റ് വന്നത് തന്നെയാണ്. എന്നാൽ ഞാൻ അവിടെ നിർത്തി. പിന്നെ വേറെ കാര്യം ചിന്തിച്ചിട്ടില്ലേ. എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ടല്ലോ, അത്രയുള്ള കാര്യം. നിങ്ങളങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത്ര കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കാം, ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ഓക്കെ, ബൈ.